മഹാഗുരു ശരണം. ഇന്ന് 2025 മെയ് മാസം 26 തിങ്കളാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. കുറേയധികം പേരെ ഇന്നലെ വിളിച്ചു, കുറച്ചിതായിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ കുറേ നിയോഗം ഈ പരമാത്മാവ് പരാശക്തി തന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൽ ഒരു വ്യക്തി ഇപ്പോൾ ഇന്നലെ ഞാൻ കുറേ സ്റ്റാറ്റസ് ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു വീഡിയോയും അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്. അദ്ദേഹം മഹാവതാർ ബാബാജിയുടെ ആ എനർജി ആയിട്ട് എനിക്കുള്ള കണക്ഷനെ കുറിച്ച് അദ്ദേഹത്തിന് ചില സൂചനകൾ കിട്ടിയതനുസരിച്ച് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു തന്നിട്ടുണ്ട്. കാര്യം അദ്ദേഹം വളരെ നന്നായിട്ട് ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. അദ്ദേഹവും ഒരു ഉദ്യോഗസ്ഥനാണ്. ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഞങ്ങൾ തമ്മിൽ കുറേ സാമ്യമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, പേരിൻ്റെ ഇത്, നക്ഷത്ര ആയിട്ടുള്ള ബന്ധം, അങ്ങനെ കുറച്ച് സാമ്യതകളുണ്ട്. അവിചാരിതമായിട്ടാണ് പരിചയപ്പെട്ടത്. അപ്പോൾ യൂട്യൂബിൽ വന്നതിന് ശേഷം നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ കുറേയധികം ആൾക്കാർക്ക് ഇപ്പോൾ അദ്ദേഹം അതുകൂടാണ്ട് ഒരു സുധീഷ് ജി എന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം കുറേ കണക്ഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എന്താണ് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. അത് അങ്ങയോടെ എല്ലാവർക്കും വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. അത് ചോദിച്ചിരിക്കുകയാണ്. സത്യമായിട്ടുള്ള ഇത് പറയാം. സൂക്ഷ്മതലത്തിലുള്ള വൈബ്രേഷനുകൾ അങ്ങേക്കറിയാമല്ലോ, തീർച്ചയായിട്ടും അറിയാം. അത് ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ തോന്നലുകളാണെന്ന് മാത്രം ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിലും ബ്രഹ്മശ്രീ കൃഷ്ണൻ ഭ്രാന്തിരി തിരുമേനിയുടെ ആ ഒരു ശിഷ്യത്വം കിട്ടിയ ശേഷം അദ്ദേഹം പല പ്രാവശ്യം അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അത് സിക്സ്ത് സെൻസ് ആണോ എന്താണോ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് സൂക്ഷ്മതലം ആണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെയാണ് കേട്ടോ. സത്യം പറയാം, അന്ന് സൂക്ഷ്മതലം, ഇത് ദൈവികത, ആ ഒരു രീതിയിൽ അത് കംപ്ലീറ്റ് ഞാൻ മനസ്സിലാക്കിയോ എന്ന് ചോദിച്ചാൽ അന്ന് ഇല്ല. സത്യവതാണ്. കാര്യം അദ്ദേഹം പറയുന്നത് ഫുള്ളായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല, സത്യസന്ധമായിട്ട് പറയുകയാണ്. പക്ഷേ അത് പോകെ മനസ്സിലാക്കിയപ്പോൾ അതിൽ എനിക്കൊരു ടേണിംഗ് പോയിന്റ്, എൻ്റെ മനസ്സിനെ അത് മനസ്സിലാക്കി തരാനായിട്ട്, ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി തരാനായിട്ട് എപ്പോൾ സാധിച്ചു എന്ന് ചോദിച്ചാൽ 2016 2017 ഞാൻ പോയ മൈൻഡ് ഓറ എന്ന് പറഞ്ഞ ശ്രീ പ്രദീപ് കെ നൈനാൻ സാറിൻ്റെ ക്ലാസ്സാണ്. അത് അദ്ദേഹത്തിനോട് ഞാൻ ആത്മാർത്ഥമായിട്ട്, ആ ഗുരുതുല്യനായ ആ മഹാത്മാവിനോട് ഞാൻ നന്ദിയും കടപ്പാടും ഉണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ എപ്പോഴും പറയുന്നത്. കാര്യം അത് മൈൻഡ് ഓറ എന്ന് പറഞ്ഞ് തീർച്ചും സയൻറ്റിഫിക്കലി നമ്മുടെ ബ്രെയിനിനെ കുറിച്ചും യൂണിവേഴ്സിനെ കുറിച്ചും പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ്. പക്ഷേ ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയത് കുറേ സംശയങ്ങളുമായിട്ടാണ്. എന്താണ് മനസ്സ്? നമ്മൾ ഉറങ്ങുമ്പോൾ മനസ്സ് എന്ത് ചെയ്യുന്നു? മരണം എന്ന് പറയുന്ന പ്രക്രിയ എന്താണ്? അങ്ങനെ കുറേ, എനിക്ക് തോന്നുന്നു 20ഓളം ചോദ്യങ്ങളും കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയത്. കാര്യം ആ രീതിയിലാണ് ആ സമയത്ത് ഞാൻ കടന്നു പോയിരുന്നത്. ഒഫീഷ്യലി ഒരു ലോൺ കൊടുക്കുമ്പോൾ ഈ ലോൺ ചിലപ്പോൾ അവരടയ്ക്കില്ല എന്നുള്ള സൂചനകളൊക്കെ എനിക്ക് വന്നിരുന്നു. അപ്പോൾ ഞാൻ മാനേജറാണ്, കൊടുക്കേണ്ടി വരും. ആ സമയത്ത് എനിക്ക് തോന്നിയത് എൻ്റെ തോന്നലുകളായത് കൊണ്ടാണോ അവരടയ്ക്കാത്തത്, അത് എൻ്റെ എന്താണെന്നൊന്നും എനിക്ക് കിട്ടുന്നില്ല. മനസ്സിലായോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് എന്താണ് ചിന്തകൾ, ഇതെന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് ദൈവമേ, 1986 തിരുമേനി പറഞ്ഞു തന്ന കാര്യങ്ങളുടെ ശാസ്ത്രീയമായ അടിത്തറ, മനഃശാസ്ത്രപരമായിട്ടും യൂണിവേഴ്സൽ ആ എനർജി എന്ന് പറയുന്നത്, പരാശക്തി, പരമാത്മാവ്, നമ്മൾ പല രീതിയിൽ പറയുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല, എങ്ങനെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വൈബ്രേഷനുകൾ സത്യം പറഞ്ഞാൽ അത് സൂക്ഷ്മതലത്തിലുള്ള വൈബ്രേഷനുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഈ മൈൻഡ് ഓറ ക്ലാസ്സിന് ചെന്നതിന് ശേഷമാണ്. കാര്യം സത്യമായിട്ട് പറയണം, അതിനു മുമ്പ് ദൈവികമായിട്ടുള്ള ഒരു എനർജി ഉണ്ടെന്നും അത് യക്ഷി, ഗന്ധർവൻ, ശാത്തൻ, ഇതൊക്കെ ഉണ്ടെന്നും എല്ലാം തിരുമേനി പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അത് ഫുള്ളായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ തലത്തിൽ ബാബാജിയുടെ പ്രസൻസ് എപ്പോഴൊക്കെ ഉണ്ടാകും, ഇതേ ചോദിക്കുന്നുണ്ട്. ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ തൊട്ട് ഞാൻ വിചാരിച്ചിരുന്ന ഈ സിനിമകൾ എന്ന് പറയുന്നത് മുകളിലത്തെ ഏതോ ലോകത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് എൻ്റെ ഒരു 7-8 വയസ്സ്, 7-ാം ക്ലാസ് വരെ ഞങ്ങൾ കണ്ടിരുന്നത് സ്വാമി അയ്യപ്പൻ, ഭക്ത ഹനുമാൻ,
അങ്ങനത്തെ ദൈവികമായ സിനിമകളായിരുന്നു. ഈ സിനിമകൾ കാണാൻ പോയി. അപ്പോൾ ഇത് മുകളിലുള്ള ഈശ്വരന്മാരുടെ ലോകത്തിലുള്ള കാര്യങ്ങൾ ക്യാമറ എന്നൊക്കെ നമുക്കറിയാമല്ലോ, അത് ഒപ്പിയെടുത്ത് നമ്മുടെ ഈ സ്ക്രീനുകളിൽ കാണിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലെ ഒരു തോന്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിൽ നിന്നൊരു ക്യാമറ വന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒപ്പിയെടുത്ത് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പണ്ട് നമ്മുടെ വാഷ്റൂംസ്, നമ്മൾ കുളിക്കാനോ അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന് പോയിരുന്ന ഇന്നത്തെ പോലത്തെ ആഡംബര സൗകര്യങ്ങളൊന്നുമില്ല. മുകളിൽ ഓപ്പൺ എയർ ആണ്. ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് പോയ ആൾക്കാർക്ക്, ഗ്രാമപ്രദേശങ്ങളിൽ പോയ ആൾക്കാർക്ക് ഇന്ന് മനസ്സിലാവും. ഒരു മറപ്പര കെട്ടി ഒരു കുഴിയും കുഴിച്ച് 2 ഇതും അവിടെ ഇടും. അതുപോലെ കുളിക്കാനായിട്ട് ഇതുപോലെ ഒരു മറപ്പര കൊട്ടി അത് ഓല കൊണ്ടുള്ള ഇത് ചില സിനിമകളിലൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. അതായിരുന്നു അന്ന്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 80s വരെയൊക്കെ അതായിരുന്നു. 80s, ഞാൻ 68 ജനിച്ചു, 80 വരെയൊക്കെ അതായിരുന്നു എന്ന് പറയാം. എൻ്റെ ജീവിതത്തിൽ 76, 77 ഞങ്ങൾ വേറെ പുതിയ വീട് പണിതപ്പോഴത്തേക്കും മേൽക്കൂരയുള്ള ബാത്റൂം വീടിന് പുറത്ത് പണിത്. അന്നൊന്നും അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. അപ്പോൾ ഇത് എന്തോ മുകളിലുള്ളവർ നോക്കുന്നുണ്ട്, അവരിത് ഒപ്പിയെടുത്ത് അവിടെ കാണിക്കുന്നു എന്നുള്ള തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ബാബാജിയുടെ കണക്ഷൻ എന്ത് പറയുമ്പോൾ, 90കളിൽ ഞാൻ പറഞ്ഞല്ലോ, തിരുമേനി എന്നെ തിരുനെൽവേലിയിൽ ഒരു ജോലി വാങ്ങിപ്പിച്ച് അങ്ങോട്ട് അയച്ചു. അതയക്കാൻ പല കാര്യങ്ങളുണ്ട്. എൻ്റെ കാർമിക് തലത്തിൽ ചില പ്രശ്നങ്ങൾ ആ സമയത്ത് വരുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ വെച്ചുള്ള ഗ്രാമത്തിലെ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം രജനീകാന്തിൻ്റെ രസികർ മണ്ഡലത്തിൻ്റെ ആളൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹം രജനീകാന്തിൻ്റെ സിനിമകൾ വരുമ്പോൾ എന്നെ കൊണ്ടുപോകും. അപ്പോൾ ഒരു 1.5-2 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രജനീകാന്ത് സിനിമകളുടെ ആരാധകനായി. പക്ഷേ ഈ രജനീകാന്ത് സിനിമകളെക്കാളും രജനീകാന്തിൻ്റെ സിനിമകൾ ഒരേ സ്റ്റൈലാണ്, മനസ്സിലായത്. അപ്പോൾ ശരിക്കും ഒരു അഭിനയ പാഠവം നോക്കിയാൽ നമ്മൾ ആ സമയത്ത് ഇപ്പോൾ ഏതെങ്കിലും എന്താണ് നമ്മുടെ കമലഹാസൻ സാറ് അല്ലെങ്കിൽ മോഹൻലാൽ സാർ, മമ്മൂട്ടി സാർ, അവരൊക്കെ അഭിനയ പാഠവം വേറെയാണ്. അവരുടെ മുഖം ഭാവവും അത് ഇതുമെല്ലാം വെച്ച് പല അഭിനയങ്ങളുണ്ട്. പക്ഷേ രജനീകാന്ത് സാറിന് സ്ഥായിയായ ഒരു ഭാവത്തിലൂടെ അഭിനയമുണ്ട്. എല്ലാ സിനിമയിലും അതുപോലെ തന്നെയായിരിക്കും. ഒരു തിന്മയെ ഇത് ചെയ്യുന്ന ഒരു ഇതൊക്കെ ആയിട്ട് അദ്ദേഹം അഭിനയിക്കും. അപ്പോൾ എങ്ങനെയോ അദ്ദേഹത്തിനോടുള്ള ഒരു ആരാധന എന്നിൽ വന്നു. അതിന് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ പാണ്ഡ്യൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് രവീന്ദ്രനാഥ ടാഗോർ എന്നാണ്. തെങ്കാശിക്കടുത്ത ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇത്. ഇപ്പോൾ ഒരു 50 വയസ്സിൻ്റെ അടുത്ത് പ്രായം കാണും അദ്ദേഹത്തിന്. കണക്ഷൻസ് ഒന്നുമില്ല, കാര്യം അന്നൊന്നും മൊബൈലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് കയറി. പിന്നെ ഈ 90കളിൽ തിരുനെൽവേലി, നമ്മുടെ തെങ്കാശി, പുനലൂരിന്ന് തിരുനെൽവേലിക്ക് തെങ്കാശിക്ക് പോകുന്ന വഴിക്ക് ചില ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി, റോഡൊക്കെ പൊളിഞ്ഞിരുന്നു. ആ സമയത്ത് ചില ഗ്രാമങ്ങളിൽ വെള്ളത്തിൽ മുങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാൻ അറിഞ്ഞു, അന്ന് തമിഴ് പേപ്പറുകൾ, തമിഴ് ചെറുതായിട്ടൊക്കെ വായിക്കാൻ അറിയാം. ഇപ്പോൾ അത്ര ഫ്ലുവൻ്റ് അല്ല, അന്നൊക്കെ ഞാൻ വായിച്ചിരുന്നു. തപ്പി അററ ഉററ പണികൾ എന്നൊക്കെ വായിക്കുമല്ലോ, അതൊക്കെ അങ്ങനെയൊക്കെ ഞാൻ വായിക്കുമായിരുന്നു. അറ്റകുറ്റപ്പണികൾക്ക് നമ്മൾ വായിക്കണം, ആദ്യം മലയാളം പഠിക്കുക അററ ഉററ പണികൾ എന്നല്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ നടന്മാർ അവിടെ ഇത് ചെയ്തു ഇവിടെ ചെയ്തു എന്ന് പറയുമ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം ഞാൻ പറയും, നമ്മുടെ രജനീകാന്ത് സാർ എന്ത് ചെയ്തു എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ചെയ്ത കുറേയധികം കാര്യങ്ങൾ ആ ഗ്രാമങ്ങളിൽ, ചില 5 ഗ്രാമങ്ങളോ മറ്റോ അദ്ദേഹം ദത്തെടുത്തു, പക്ഷേ ഇതിന് പബ്ലിസിറ്റി കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യൻ, അങ്ങനെയൊക്കെ കുറേയധികം ഇത് അദ്ദേഹത്തിനോടുള്ള കാര്യം അടുപ്പം വന്നു. അപ്പോൾ അദ്ദേഹം ബാബ എന്ന് സിനിമ എടുക്കുന്നു, ഇതൊരു ആത്മീയ അനുഭവമാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ സമയത്ത് പല സിനിമാ വാരികളിലും അതിനെതിരെ, കാര്യം അത് പത്രപ്രവർത്തകരെ കേട്ടുന്നില്ല, വളരെ രഹസ്യമായിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനൊരു പോസിറ്റീവ് അല്ലാത്ത ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവന്ന് അത് ശരിക്കും കൊമേഴ്സ്യലി അത് വിജയിച്ചില്ല. അന്ന് ഈ ബാബ സിനിമ ഞാൻ പോയി കണ്ടെങ്കിലും അതിനകത്ത് പറയുന്ന മഹാവതാർ ബാബാജി ഇതൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഇത് ഇങ്ങനെയുണ്ടെന്ന് എനിക്ക് മനസ്സിലാകാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രദീപ് കെ നൈനാൻ സാറിൻ്റെ ക്ലാസ്സാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ അദ്ദേഹം ചില ബുക്കുകൾ കൊണ്ടുവരും വിലയ്ക്ക് വിൽക്കാനായിട്ട്. അന്ന് ഞാൻ വാങ്ങിച്ചൊരു ബുക്കാണ് നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ, അതുപോലെ ഒരേ ആത്മാവ് പല ശരീരങ്ങൾ. ഇങ്ങനെ ഇതിലേതോ ഒരു ബുക്ക് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് അവിടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അത് വായിച്ച് വരുമ്പോൾ ചില കണക്ഷൻസ് ഫീൽ ചെയ്തു.
പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ധ്യാനം എന്ന് പറയുന്ന ഒരിത് ഇപ്പോൾ തിരുമേനി പറഞ്ഞു തന്നത് വെച്ച് അദ്ദേഹം ഒരു ദേവീ ക്ഷേത്രത്തിൽ ഇതായിരുന്നു. അപ്പോൾ അദ്ദേഹം സിന്ദൂരാരുണ വിഗ്രഹാന്തടയനാം മാണിക്യ മൗലീസ്പുരത്താര നായക ശേഖര സ്മിതമുഖി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതുണ്ടല്ലോ ലളിതാ സഹസ്രനാമത്തിൽ. ആ ഇത് ചൊല്ലുമ്പോൾ അത് എങ്ങനെ നമ്മൾ കാണണം, ആ ദേവീ രൂപത്തിനെ ആ രീതിയിൽ കാണണം. അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം അതിലേക്ക് ലയിക്കണം. ആ ഒരു ടെക്നിക്ക് അദ്ദേഹം പറഞ്ഞു തന്നിരുന്നു. നമ്മളുടെ ശരീരം അതുമായിട്ട് എന്താണ് അതിലേക്ക് അർപ്പിക്കപ്പെടണം, അല്ലെങ്കിൽ ആ ഒരു ആലിംഗനം നമ്മളിൽ വരണം. ഇപ്പൊ സിന്ദൂരണ വിഗ്രഹം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ശക്തിയായ ദിവ്യശക്തിയായ ദേവീ ചൈതന്യമായിട്ടുള്ള ഒരു ആലിംഗനം, അല്ലെങ്കിൽ ഇതുപോലെ ഈ വിഷ്ണു ചൈതന്യമായിട്ട് ആലിംഗനം, അല്ലെങ്കിൽ പിന്നെ ശിവന്റെ അതുമായിട്ടുള്ള ആലിംഗനം, ആ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതുമായിട്ട് നമ്മൾ ഇത് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഇത് ചെയ്തിട്ട് കൈയൊക്കെ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏത് മന്ത്രത്തിനും അംഗന്യാസം ചെയ്യണം എന്നുള്ളതിൻ്റെ പ്രാധാന്യം പറഞ്ഞു തന്ന തിരുമേനിയാണ്. ഏത് മന്ത്രം നമ്മൾ ചൊല്ലുമ്പോഴും ഏത് നാമങ്ങൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് ഉപാസന ചെയ്യുമ്പോഴും ദിഗ്ബന്ധം നടത്തി അംഗന്യാസം ചെയ്തു തരണമെന്ന് പറഞ്ഞ അത് തിരുമേനിയാണ്, ബ്രഹ്മശ്രീ വിഷയമാന്തിരി തിരുമേനിയാണ്. അപ്പോൾ അങ്ങനെ ഈ മൈൻഡ് പവർ ക്ലാസ്സും അത് കഴിഞ്ഞ് പിന്നെ ശ്രീ അശോക് നാരായൺ സാറിൻ്റെ ഹിപ്നോട്ടിസം ക്ലാസ്സിന് പോയി. അപ്പോൾ ഇത് വേറൊരു തലങ്ങളുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ ബാബാജിയുടെ പ്രസൻസ് അത് ബാബാജിയുടെ മാത്രമാണെന്ന് പറയാൻ പറ്റുകയില്ല. ഇതിൽ ഞാൻ മനസ്സിലാക്കി വന്നത് വെച്ചിട്ട് ഇപ്പോൾ ഇത് വന്നു, തേടൈ ഇതെടുത്തു, അതെടുത്തിട്ട് ഷിർദി സായിബാബ, അതോടൊപ്പം തന്നെ കുറേയധികം ഈ ബുക്കുകൾ വായിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ അതിലെ എനർജി ആയിട്ട് പതുക്കെ കണക്ട് ചെയ്യാൻ തുടങ്ങി. അത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. ഇപ്പോൾ പണ്ട് തൊട്ടേ ഈ തിരുമേനി ഇത് തന്നതിന് ശേഷം ഒരാളുടെ ജാതകം കയ്യിൽ കിട്ടിയാൽ അതെന്താണ് അതിൻ്റെ കാര്യം എന്ന് കോർ ഇതെനിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ജാതകത്തിൻ്റെ അതിൻ്റെ പ്രമാണം പറയാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജാതകം ജ്യോതിഷം എനിക്ക് അറിയില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇത് പക്ഷേ എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ കൊണ്ട് അത് വർക്ക് ചെയ്യും. അപ്പോൾ അന്നത്തെ കാലങ്ങളിൽ എനിക്ക് വന്ന ബുദ്ധിമുട്ട്, ഞാനൊരു പ്രതിവിധി പറഞ്ഞിട്ട് അവരത് ചെയ്തില്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വരുമായിരുന്നു. പിന്നെ അത് ഞാൻ മനസ്സിലാക്കി, ഞാൻ കൊടുക്കുന്ന സങ്കല്പത്തിൽ അവിടെ വർക്ക് ചെയ്യാത്തതിൻ്റെ റിയാക്ഷനാണ് എന്നിൽ വരുന്നതെന്ന്. പിന്നെ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു. കാര്യം പറയുന്നതനുസരിച്ച് ആൾക്കാർ ചെയ്യുന്നില്ല. കാര്യം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത് പറഞ്ഞു ഇത് ചെയ്തിട്ട് എന്ത് കിട്ടും എന്നുള്ള ഭാവത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ റിയാക്ഷൻസ് വരാൻ തുടങ്ങി. കാര്യം അവരുടെ ഒരു പ്രശ്നത്തിന് ഏതെങ്കിലും ദേവതയുടെ അടുത്ത് എന്നൊരു തിരി കൊളുത്തുക, അങ്ങനത്തെ കാര്യങ്ങളെ പറയാറുള്ളൂ. നിങ്ങൾ കാണിക്കിടുക അല്ലെ തേങ്ങ ഉടയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതിന് വലിയ ഹോമവും അതും ഇതുമെല്ലാം പ്രതീക്ഷിച്ച് വന്നവർക്ക് ഇങ്ങനെ ചെറിയ കാര്യം പറയുമ്പോൾ ഇങ്ങർക്ക് വലുതായിട്ടൊന്നും അറിയില്ല. ഈ കാര്യങ്ങളാണ് മറ്റേ പാരസെറ്റമോളും കൊണ്ടിരിക്കുന്ന കോമ്പൗണ്ടറാണ് ഇങ്ങനെന്നുള്ള ധാരണയിൽ ആൾക്കാർ ചെയ്യാണ്ടായി. ഞാൻ പിന്നെ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ഇവർ ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ചോദ്യത്തിൻ്റെ ഇതിലേക്ക് വരികയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അപ്പം ഞാനൊരു കാര്യം സങ്കല്പം ചെയ്തു. തിരുമേനി ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ തിരുമേനി തന്നെ അവരുടെ കാര്യത്തിൽ പ്രതിവിധി ചെയ്തിരുന്നത്. തിരുമേനി പൂജ ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഹോമം ചെയ്തിരുന്ന, ഭഗവത് സേവ ചെയ്തിരുന്ന, ഗണപതി ഹോമം ചെയ്തിരുന്ന, അല്ലെങ്കിൽ അമ്പലത്തിൽ പൂജ ചെയ്തത്. ഞാനതൊന്നുമില്ല. ഞാനൊരു ബാങ്കിങ് ജീവനുമായിട്ട് പോകുന്ന ഒരാളാണ്. അപ്പം ഞാൻ അവരോട് ലളിതമായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഏതെങ്കിലും ഒരു ദേവതയുടെ കണ്ട അവിടെ ചെന്ന് ഇത് ചെയ്യുക, നിങ്ങൾ കാണിക്കിടുക, അതോടൊപ്പം നിങ്ങൾ ആ ഇന്ന അർച്ചന നടത്തുക. അർച്ചന നടത്തുമ്പോൾ പ്രസാദം വാങ്ങിക്കാൻ ചീട്ട് കൊടുക്കുന്നതിന് മുമ്പ് ദക്ഷിണ വെച്ചിട്ട് വേണം വാങ്ങാൻ. ഞാൻ എപ്പോഴും പറയുന്നൊരു പോയിന്റാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടിയിട്ട് കൊടുക്കാനിരിക്കാതെ അതിനു മുമ്പേ ദക്ഷിണ ആ ചീട്ടിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കണം തിരുമേനി, എന്നിട്ട് പ്രസാദം വാങ്ങിക്കുക എന്നൊക്കെ, അത് പടിയെ വയ്ക്കുക, അതൊക്കെ ഞാൻ കുറേ ടെക്നിക്കുകൾ അത് പറഞ്ഞു കൊടുക്കുക. പക്ഷേ എന്നിട്ടും ആൾക്കാർ ഇത്രയും വലിയ കാര്യത്തിന് ഈ ചെറിയ കാര്യം കൊണ്ട് നടക്കുമോ എന്നുള്ള തോന്നലുകൾ വന്നിട്ട് ചെയ്യാണ്ട് വന്നപ്പോൾ എനിക്കതിൻ്റെ ഇത് വന്നപ്പോൾ കുറേ കാര്യം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരെങ്കിലും ജ്യോതിഷന്മാരെ കാണിക്കാൻ പറഞ്ഞ ആ ഇതുകൊണ്ട് പിന്നെ തീരെ നിവൃത്തിയില്ലാത്ത അത്രയും അടുത്ത ഒരു റിലേഷൻസ് ഉള്ള ആൾക്കാരുടെ കാര്യം മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ചോദ്യത്തിൽ ആ ഒരു ഇതിലേക്ക് ഞാൻ വരാം. ബാബാജിയുടെ പ്രസൻസ് ഒക്കെ ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ബാബാജിയുടെ പ്രസൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ മുരുകൻ്റെ അംശാവതാരമാണെന്ന് പറയുന്നു, ശിവൻ്റെ ആണെന്ന് പറയുന്നു, കൃഷ്ണൻ്റെ ആണെന്ന് പറയുന്നു. പക്ഷേ എൻ്റെ മാത്രം അറിവ് അത് പൂർണ്ണമായിട്ടും ശരിയാകണമെന്നുമില്ല, പൂർണ്ണമായിട്ടും തെറ്റല്ല. അത് വെച്ചിട്ട് ഈ അത്രി അനസൂയ ദമ്പതികൾക്ക് പിറന്ന ദത്താത്രേയ മഹർഷിയാണ് മനുഷ്യരൂപത്തിലുള്ള ആദ്യത്തെ ഗുരു.
ആ എനർജി ആയിട്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു ഇതാണ് ദത്താത്രേയ മഹർഷി. അതിൽ അനസൂയാദേവി അത്രി മഹർഷി എന്ന് പറയുമ്പോൾ ഈ അനസൂയാദേവി എന്ന് പറയുമ്പോൾ ഈ ത്രിമൂർത്തികൾക്ക് ജന്മം കൊടുത്ത പരാശക്തിയുടെ എനർജി ഉള്ളതായിട്ടാണ് മനസ്സിലാകുന്നത്. കാര്യം പതിവ്രതാരജ്ഞവും ഇതുമായിട്ട് അത്രയ്ക്കും തപസിദ്ധിയുള്ള ആളാണ് അനസൂയാദേവി. പക്ഷേ അവരൊരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്. അവർക്ക് പറഞ്ഞ ദത്താത്രേയ മഹർഷി, അത് ബ്രഹ്മാവ് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല, വിഷ്ണു മാത്രമാണെന്ന് പറയാൻ പറ്റില്ല, ശിവൻ മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒന്ന് പറയാം, പരാശക്തിയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന അനസൂയാദേവിയുടെ മകനാണ് ആയിരുന്നു എന്ന് പറഞ്ഞു, മനുഷ്യരൂപത്തിൽ പറഞ്ഞത്. അപ്പം ആ ദത്താത്രേയ മഹർഷിയുടെ ആ ചൈതന്യവുമായിട്ട് എനിക്ക് മഹാവതാർ ബാബാജിയുടെ എനർജി കണക്റ്റ് ആകുന്നുണ്ട്. ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഇതിപ്പോൾ 15 മിനിറ്റായി, ക്ഷമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ ആ പുണ്യം എല്ലാവർക്കും സകുടുംബം ആയുരാരോഗ്യ സൗഖ്യം സൽസന്താന സൗഭാഗ്യം ധനധാന്യ സമൃദ്ധി സർവകാര്യസിദ്ധി സർവൈശ്വര്യം സർവമനോകാമനാഭീഷ്ടവും നടക്കുവാനും എല്ലാവർക്കും കുടുംബത്തിലെല്ലാവർക്കും കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുവാനും എല്ലാ സുരക്ഷിതത്വം ലഭിക്കുവാനും ഉത്തരോത്തരം വരുമാനോത്തരം ഉണ്ടാകുവാനും എൻ്റെ ഗുരുപരമ്പരകളെ ഉപാസനാമൂർത്തികളെയൊക്കെ പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ